വനനിയമ ഭേദഗതി നടപ്പിലാക്കണമെന്ന് CSI സഭ. വനം കുറയും തോറും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർദ്ധിക്കുമെന്ന് CSI സഭ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ മീഡിയ വണ്ണോട് പറഞ്ഞു. വനമേഖലയിൽ ഭൂമാഫിയയും റിസോർട്ട് മാഫിയയും പിടിമുറുക്കുന്നു. ഇവർക്കെതിരാണ് നിയമം ശക്തമാക്കുന്നത്. മലയോര കർഷകരെ കുടിയിറക്കരുതെന്നും സഭാ നേതൃത്വം. ഇതര ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും കേരള കോൺഗ്രസ് എമ്മും വനനിയമ ഭേദഗതി നിയമത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് അനുകൂല നിലപാടുമായി CSI സഭ രംഗത്ത് വരുന്നത്. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ വന നിയമം എന്നത്. അത് നടപ്പിലാക്കണം, അത് ഗവൺമെൻറ് നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. കാരണം CSI സഭ എന്നും പാരിസ്ഥിതിക വിഷയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു. മലയോര കർഷകരെ ആരെയും അവിടെ നിന്ന് കുടിയിറക്കരുത്, അവർക്ക് വേണ്ട സംരക്ഷണം നൽകണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നാൽ ഭൂമാഫിയ, അതോടൊപ്പം തന്നെ ഈ റിസോർട്ട് മാഫിയകൾ ധാരാളമായി വനം കയ്യേറുന്നു. എന്നാൽ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വനപാലകർക്ക് മനുഷ്യരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുകയും അനാവശ്യമായി അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യണം. അത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിയമം ഉപയോഗിക്കരുത്. മറുഭാഗത്ത് നിയമത്തെ കർശനമായി പാലിക്കേണ്ടതും ആവശ്യമാണ്. ബാബു ചേരുന്നുണ്ട്. ജോസി, കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിച്ചത്, നിയമം നടപ്പിലാക്കരുതെന്നും. ഒപ്പം തന്നെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും ഈ വിഷയത്തിൽ ഈ നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് ഇപ്പോൾ CSIയുടെ പ്രതികരണം വരുന്നത്. ശ്രീയുമായി ബന്ധപ്പെട്ട് എന്താണ് CSI നിലപാട്? ധന്യ, CSI സഭ മധ്യകേരള മഹായിടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നേരത്തെ ഗാഡ്ഗിൽ റിപ്പോർട്ടിലടക്കം സഭയുടെ സമാനമായ നിലപാടായിരുന്നു. ആ നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്, അതിൻ്റെ ചൂട് പിടിച്ച് തന്നെയാണ് വനനിയമ ഭേദഗതി നടപ്പിലാക്കണമെന്ന് CSI സഭ ആവശ്യപ്പെടുന്നത്. പ്രധാനമായും ഈ വനനിയമം നടപ്പിലാക്കുന്നത് വഴി പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും, വനനശീകരണം തടയാൻ കഴിയുമെന്നത് തന്നെയാണ് സഭാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വനനിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വരുന്നത് റിസോർട്ട് മാഫിയയും അതോടൊപ്പം ഭൂമാഫിയുമാണ് എന്ന ആരോപണവും സഭാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നു. പ്രധാനമായും നമുക്കറിയാം, കേരള കോൺഗ്രസും ഇതര ക്രൈസ്തവ സഭാ നേതൃത്വവും ഈ വനനിയമ ഭേദഗതി ഒരു കാരണവശാലും നടപ്പിലാക്കരുതെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ശക്തമായി രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് നേതൃത്വം ഈ മുഖ്യമന്ത്രി അടക്കം നേരിൽ കണ്ട് ഇക്കാര്യത്തിലേക്ക് തിരുത്തൽ വേണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണിപ്പോൾ മധ്യകേരളത്തിലെ പ്രബല സഭാവിഭാഗമായ CSI സഭയുടെ പ്രതികരണം വന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് നേതൃത്വത്തിലടക്കം നമ്മൾ പ്രതികരണം തേടിയിരുന്നു. എന്നാൽ സഭാ നിലപാടുകളോട് പ്രതികരിക്കാനില്ല എന്നതാണ് കേരള കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഇത് മറ്റ് ഇതര സഭാവിഭാഗങ്ങൾ എങ്ങനെയാണ് ഈ പ്രതികരണത്തോട് ഇനി അവരുടെ സമീപനം എന്നത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഇൻഫാം അടക്കമുള്ള കർഷക സംഘടനകളൊക്കെയും ഈ നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് കാതോലിക്ക ബാവയും ഇത് സംബന്ധിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന പ്രതികരണമാണ് നടത്തിയത്. അതിനിടെയാണ് പൂർണ്ണമായും ഈ നിയമം നടപ്പിലാക്കണമെന്ന ആവശ്യം CSI സഭ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ അമിത അധികാരം ഫോറസ്റ്റ് വാച്ചർക്കടക്കം കൊടുക്കുന്ന അത്തരം നിയമങ്ങൾ ഒഴിവാക്കി അതോടൊപ്പം തന്നെ കുടിയേറ്റ കർഷകരെ ബാധിക്കുന്ന തരത്തിൽ ഈ നിയമം നടപ്പിലാക്കരുതെന്ന കാര്യവും പറയുന്നുണ്ട്. നേരെ മറിച്ച് അവരെയൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ കുടിയേറ്റ കർഷകരെ അവിടെ നിലനിർത്തിക്കൊണ്ട് വനനിയമം നടപ്പിലാക്കുക എന്ന് തന്നെയാണ് CSI സഭ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നതും അല്ലെങ്കിൽ ആരോപണം ഉയർത്തുന്നതും വനഭൂമാഫിയയാണ് ഇത്തരത്തിൽ ഈ നിയമത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതെന്നുള്ള ആരോപണവും CSI സഭ മുന്നോട്ട് വെക്കുന്നു. CSI സഭയിലെ 7 ബിഷപ്പുമാർ എഴുതിയ കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നും സഭാ നേതൃത്വം ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൈമാറിയിട്ടുണ്ട് എന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു.